ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർ നൽകിയ പരാതികൾ പരിശോധിച്ചു വരികയാണെന്നും കമ്മീഷൻ അറിയിച്ചു. എന്നാൽ വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങളുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന നടപടി തുടരുകയാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അപാകതയുണ്ടെന്നും ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തുടർച്ചയായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും പ്രിയങ്കയും പ്രതികരിച്ചു. ബീഹാർ വോട്ടർ പട്ടികയിന്മേൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും പരാതി നൽകാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ സംസ്ഥാന തലത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവസരം നൽകിയിരുന്നു. ഇതുപ്രകാരം കോൺഗ്രസ് ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പരാതി നൽകുകയോ കമ്മീഷന് മുൻപിൽ പ്രശ്നമുന്നയിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ സഹിതം അറിയിച്ചു. അതായത് പാർലമെന്റിനകത്തും പുറത്തും മാധ്യമശ്രദ്ധ നേടാനുള്ള ബഹളത്തിനപ്പുറത്ത് ബീഹാർ വോട്ടർ പട്ടികയിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് വ്യക്തമാവുകയാണ്. നേരത്തെ പെഗാസസ് വിഷയത്തിൽ രാഹുലിന്റെ ഫോൺ ചോർത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഫോൺ ഹാജരാക്കാനോ അന്വേഷണത്തിനോട് സഹകരിക്കാനോ രാഹുലും കോൺഗ്രസും തയ്യാറായിരുന്നില്ല. സമാനമായി അടിസ്ഥാനമില്ലാത്ത വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് എപ്പോഴും ശ്രമിക്കാറുള്ളതെന്ന് BJP ആരോപിച്ചു. ജനം, ഡൽഹി.